സെൽഫ് സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ലാവ Z60 എന്ന് പറയുന്ന മോഡലിൻ്റെ സ്പീക്കർ കംപ്ലൈൻറ്റിനെ കുറിച്ചും റിങ്ങർ കംപ്ലൈൻറ്റിനെ കുറിച്ചുമാണ്. റിങ്ങർ ലോ വരുന്നത് എന്തുകൊണ്ടാണ്, സ്പീക്കർ ലോ സൗണ്ട് വരുന്നത് എന്തുകൊണ്ടാണ്, ഇതിനെപ്പറ്റിയുള്ള ഫുള്ള് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ സ്പീക്കർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ആദ്യം നിങ്ങൾ ഇതിൻ്റെ ഈ ഭാഗം ക്ലീൻ ചെയ്ത് നോക്കുക. ക്ലീൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു സ്പീക്കർ മാറ്റി നോക്കുക. സ്പീക്കർ കറക്റ്റാണ്, ഒറിജിനലാണ് എന്ന് ഉറപ്പ് വരുത്തുക. സ്പീക്കറിൻ്റെ കൂടുതൽ കേസുകളിൽ സെയിം അല്ലെങ്കിൽ വോളിയം കുറവ് വരും. അതിനുശേഷം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയ കേസ് ഇവിടെ കണ്ടിന്യൂറ്റി ഉണ്ടോ എന്ന് നോക്കുക. അതായത് ഒരു പ്രോബ് നെഗറ്റീവ് വെച്ചേച്ച് ഇവിടെ ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ടോ എന്ന് നോക്കുക. രണ്ടിലും ഏതിലേലും കാണിക്കുന്നില്ലെന്നൊരു ആ ലൈൻ ബ്രേക്ക് ചെയ്യാതായിരിക്കും. അപ്പോൾ അത് കയറുന്നത് ഇത് ഈ ഷീൽഡിൻ്റെ ഈ കോണിൽ തൊട്ട് മുകളിലായിട്ട് രണ്ട് കോയിലുകൾ ഇരിപ്പുണ്ട്. ബ്രൗൺ നിറമാണ് അതിനുള്ളത്. രണ്ട് കോയിലുകൾ വെച്ചിട്ടുണ്ട്. ആ കോയിലുകളിലേക്കാണ് കയറുന്നത്. അതിൽ ഏത് സൈഡിലേലും കൊടുത്താൽ മതി. ഇതിൻ്റെ ഈ സൈഡിലെ കോയിലും ഇതിൻ്റെ ഈ സൈഡിലെ കോയിലും രണ്ടും അടുത്തടുത്ത് തന്നെ ഇരിക്കുന്നത് ഈ ഇതിൻ്റെ മൂലയിലായിട്ട് വരും. അതാണ് സ്പീക്കറിൻ്റെ കേസ് പറയാറുള്ളത്. റിങ്ങർ ഇവിടെയാണ് റിങ്ങറിൻ്റെ കണക്ഷൻ കയറുന്നത്. ഈ രണ്ട് പോളുകളിലാണ്. പിന്നെ ഇതിൻ്റെ ഈ ഭാഗത്ത് രണ്ട് വലിയ കോയിലുകൾ വെച്ചിട്ടുണ്ട്. ഇച്ചിരി വലിപ്പമുള്ള സ്പെയറാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഇച്ചിരി വലിപ്പമുള്ള സ്പെയറാണ്, ബ്രൗൺ കളറാണ്. രണ്ട് കോയിലിൽ കൂടെ കയറി ഇറങ്ങിയാണ് ഇത് പോകുന്നത്. അത് വരുന്നത് നിങ്ങൾക്ക് ഈ ഡിസ്പ്ലേ കണക്ടറിൻ്റെ അടിയിലായിട്ട് ഇവിടെ ഒരു 5-6 ഡോട്ട് കാണാം. മുകളിൽ 3, താഴെ 3, അങ്ങനെയാണ് ഡോട്ടുകൾ വെച്ചേക്കുന്നത്. അതിൽ ഈ മുകളിലത്തെ 3ൻ്റെ നടുക്കത്തെ അതിലും മുകളിലത്തെ 3 അതിൻ്റെ നടുക്കത്തേതും പിന്നെ താഴത്തെ 3ൻ്റെ നടുക്കത്തേതും, അതായത് രണ്ടാമത്തെ കണക്ഷൻ 2 എണ്ണം, അതാണ് ഈ കണക്ഷൻ. പിന്നെ അതിൽ ശരിയായിട്ടില്ലെങ്കിൽ പിന്നെ വേറെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഈ ഭാഗം ഷീൽഡ് ഇളക്കുക. മൊത്തം ഇളക്കുകയാണെങ്കിൽ മൊത്തം ഇളക്കുക, അല്ലെങ്കിൽ ഇത്രയും ഭാഗം ഇളക്കിയാൽ മതിയാവും. ഇത്രയും ഭാഗം തുറക്കുക. ഈ ഭാഗത്താണ് അതിൻ്റെ റിങ്ങറിൻ്റെ IC ഉണ്ട്. 2 ബ്ലാക്ക് കോയിലുകളും ഉണ്ട്. ഈ 2 ബ്ലാക്ക് കോയിലുകളിൽ നിന്നാണ് ഇങ്ങോട്ട് കണക്ഷൻ വരുന്നതും ഈ 2 പോളിലേക്ക് വരുന്നതും ഈ 2 പോളിലേക്ക് വരുന്നതും. അപ്പോൾ സൗകര്യം പോലെ എങ്ങോട്ടാണ് ഏതാണ് പ്രിൻ്റ് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജമ്പർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജാണ് IC മാറ്റുക എന്നുള്ളത്. അതിന് ഈ ഭാഗം മാത്രം എടുത്താലും മതിയാവും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഒരു പുത്തൻ കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.